ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് മാമ്പഴം വെച്ചിട്ട് നല്ല ക്രീമി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ ഒരു പുഡിംഗ് ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയാൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ 3 പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പം പാൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങളിപ്പോൾ നാരുള്ള മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ നാരൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിത് നാരില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഇത് അരിച്ചെടുക്കുന്നില്ല. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി 1/4 കപ്പ് പാലുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ മിക്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് തിക്കായിട്ടല്ല കുറുക്കിയെടുക്കേണ്ടത്. ചെറിയൊരു ലൂസ് പരുവത്തിന് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പുഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കേണ്ട പരുവത്തിനാണ് വേണ്ടതെങ്കിൽ ഒന്നുകൂടി ഒന്ന് കുറുക്കി എടുത്തിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ നമുക്ക് കോരി കഴിക്കുന്ന ഒരു പരുവം ഉണ്ടല്ലോ ആ ഒരു രീതിക്കാണ് പുഡിംഗ് റെഡിയാക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തെടുത്ത ശേഷം ഒരു പുഡിംഗ് ട്രേയിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചൂടോട് കൂടി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ പുഡിംഗിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മാമ്പഴക്കാലം ഒക്കെ അല്ലേ ഇപ്പോൾ, അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്